എല്ലാവരും സുഖമല്ലേ? ഇന്ന് സ്വീറ്റ് പൊട്ടാറ്റോ ലീവ്സും കൊണ്ട് ഒരു സ്റ്റർ ഫ്രൈ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. നാട്ടിലൊക്കെ നിറയെ ചെടി ഉണ്ടാവും, പക്ഷെ ആരും ഇല കഴിക്കുന്ന കണ്ടിട്ടില്ല. കിഴങ്ങ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പം ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ വീട്ടിലുണ്ടെങ്കിൽ ഈ ഇല പറിച്ച് കഴിച്ചു നോക്ക്. ഇതിന് നല്ല വാം വെതർ വേണം, വേഗം ഫ്രോസ്റ്റ് ബൈറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഇൻഡോഴ്സ് വളർത്തുന്നത്. ഈ ഇല നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റ് കളറാണ്. ഇത് മറ്റേ ലൈറ്റ് കളറുള്ള കിഴങ്ങില്ലേ, ഓറഞ്ച് കളർ പോലെയുള്ളത്, അതിട്ട് നട്ടിട്ടുണ്ടായ ചെടിയാണ്. പേർപ്പിൾ കിഴങ്ങ നട്ടെങ്കിൽ കുറച്ചും കൂടി ഒരു പിങ്ക് ഹ്യൂ ഉണ്ടാവും ഇലക്കൊക്കെ. ഇലയൊക്കെ ഭയങ്കര ടെൻഡറാണ്, അതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. എന്നിട്ട് നമുക്ക് ഈ ഇലേനെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെക്കാം. വേണ്ടത് ഒരു 5-6 ഗാർലിക്ക് നീട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഗാർലിക്ക് കൂടുതലാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. പിന്നെ വേണ്ടത് ഓയിസ്റ്റർ സോസാണ്. അതാകെ ഒരു ടേബിൾ സ്പൂണോളേ വേണ്ടുള്ളൂ, ഇലേൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട്. ഇതിപ്പം കുറച്ച് എണ്ണയിൽ ഗാർലിക്ക് വഴറ്റുണ്ട്. മൂക്കൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അതൊന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇല അതിലേക്ക് ഇടാം. ഇല ഇട്ടതിന് ശേഷം ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യരുത്, വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട. ഒന്ന് വിൽട്ടായാൽ മതി. അപ്പുറത്തും ഇപ്പുറത്തും ടോസ് ചെയ്യുമ്പോഴത്തേക്ക് അത് റെഡിയാവും. പ്രത്യേകിച്ചിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ ലീവ്സ് ഭയങ്കര ഡെലിക്കറ്റാണ്. പിന്നെ കുക്ക് ചെയ്ത് ഉടനെ കഴിക്കും വേണം. അതുകൊണ്ട് കഴിക്കാനാകുമ്പം മാത്രം ഇത് കുക്ക് ചെയ്യുക. മൂടിയൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളറും മാറും, ടേസ്റ്റും മാറും. ഇതിനൊരു സോൾട്ടിനെസ്സിന് ഓയിസ്റ്റർ സോസാണ് ഇടുന്നത്, അത്രേ വേണ്ടുള്ളൂ. വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. സ്റ്റിക്കി റൈസിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രീൻ വെജിറ്റബിളാണ്. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ.